Welcome, guys, to the second episode of the FPM podcast. ഞാൻ ജോ ആണ്. ഞാൻ ആരനാണ്. ഞാൻ ദിയാബാണ്. ഞങ്ങൾ മൂന്നുപേരെടുക്കും ഇന്ന് പോഡ്കാസ്റ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേഷൻസ് ലീഗ് ടൂർണമെന്റ് നടന്നു ഈ വീക്കെൻഡിൽ. അതിന്റെ സെമീസ് വെനസ്ഡേ ട്യൂസ്ഡേ ആയിരുന്നു. അതിന്റെ ഫൈനൽസ് ആണെങ്കിൽ ഇന്നലെ കഴിഞ്ഞു, 2 ദിവസം മുമ്പ് കഴിഞ്ഞു. പിന്നെ ബാലൻഡിയോർ ടോപ്പ് 30 ലിസ്റ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം. അതേ രീതിയിൽ തന്നെ യങ്സ്റ്റർ അവാർഡിന്റെ നോമിനേഷൻസും നോക്കാം. പിന്നെ ന്യൂ കാസലിന് പുതിയ ഓണർ വന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് മൊത്തത്തിലൊരു ഹോൾസം വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് എൻജോയ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കിടക്കാം അല്ലേ? നേഷൻസ് ലീഗ് സെമിയിൽ ഇറ്റലി വേഴ്സസ് സ്പെയിനും ബെൽജിയം വേഴ്സസ് ഫ്രാൻസ് വരുന്നു. അതില് എനിക്ക് ഏറ്റവും എന്റർടൈനിങ് ആയി തോന്നിയ മാച്ച് സ്പെയിൻ വേഴ്സസ് ഇറ്റലി ആയിരുന്നു. അതില് റെഡ് കാർഡുകൾ ഉണ്ടായിരുന്നു. അവരുടെ ടാക്ടിക്കൽ ഇതും ഭയങ്കര രസമായിരുന്നു. ഭയങ്കര അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരുന്നു രണ്ട് ടീമും കളിച്ചിരുന്നത്. സ്പെയിന് ഫസ്റ്റ് ഹാഫ് തൊട്ടേ ഡോമിനന്റ് ആയിരുന്നു. ഫസ്റ്റ് ഒരു 15 മിനിറ്റ്സ് വരെ ഇറ്റലിന്റെ കയ്യിലായിരുന്നു കളി. പിന്നെ സ്പെയിന് കളിയിലേക്ക് കയറി. പിന്നെ ഫുൾ ടൈം ഡോമിനന്റ് ആയിരുന്നു. സ്പെയിൻ തന്നെയായിരുന്നു ഫുൾ ഡോമിനൻസ്. പിന്നെ ബൊണൂഷിക്ക് റെഡ് കാർഡ് കിട്ടുകയും ചെയ്തു. അതോടെ ഇറ്റലിന്റെ കുറെ ഇത് പോയി. ഇറ്റലി എന്നാൽ ഒരു ഗോള് തിരിച്ചടിച്ച് ഒരു കോർണറിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്തതൊന്നും റെഡി ആയില്ല. അപ്പം അങ്ങനെ ഇറ്റലി കൗണ്ടറിൽ ഒരു ഗോൾ അടിച്ചു, ചിയേഴ്സ് ഒരു ഗോൾ അടിച്ചു. പക്ഷേ കളി മൊത്തം സ്പെയിനിന്റെ കയ്യിൽ തന്നെയായിരുന്നു. പിന്നെ ഡൊണറമ്മന്റെ റിസപ്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസപ്ഷൻ ആയിരുന്നു. അവരെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വിസിൽ ചെയ്യായിരുന്നു. ജോൻ എന്തോ പറയാനുണ്ടോ? എനിക്ക് ഈ കളിയെ കുറിച്ച് സ്പെയിന് ഫുൾ ഡോമിനേഷൻ, 70% പൊസിഷൻ. ദാറ്റ്സ് ടു മച്ച്. ഇറ്റലി കളിച്ചോ പോലും എനിക്കിതുപോലെ തോന്നുന്നില്ല. പക്ഷെ എനിക്ക് പ്രത്യേകം സംസാരിക്കുന്നത് എനിക്ക് ഡോണറൂമ സിറ്റുവേഷൻ ആണ്. ഒന്ന് നമുക്ക് മനസ്സിലാക്കണം, ഈ സ്റ്റേഡിയം സൺസീറോയിലായിരുന്നു. മിലാൻ ക്ലബ്ബ് തന്നെ ഈ സ്റ്റേഡിയം ആയിരുന്നു. അപ്പോൾ obviously most of the fans attending will be Milan fans. അപ്പൊ ഇത് സർപ്രൈസിങ് ആയിട്ട് തോന്നാൻ പറ്റൂല. കാരണം the whole place will mostly be Milan fans. അപ്പോൾ ഇവനെല്ലാം കളിയാക്കിയത് ഫാൻസിന് ഞാൻ they have right to be feel betrayed. ഞാൻ ഫാൻസിനെ ബ്ലെയിം ചെയ്യുന്നില്ല. ഇതിനെ കുറിച്ച് അപ്സെറ്റ് ആയതിനെ കുറിച്ച് ഇവനെ കളിയാക്കുന്നതും ഫുള്ളി ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ ഇത് ഇവൻ ലൈക്ക് 100% ഇവനെ സൈക്കോളജിക്കലി എഫക്ട് ചെയ്തു. ഇവനെ കളിയാക്കുന്നത് ആൻഡ് ഇറ്റ് വാസ് വെരി വിസിബിൾ ഇൻ ദാറ്റ് മിസ്റ്റേക്ക് ഹി മെയ്ഡ്. ഒരു ഷോട്ട് അടിച്ചു, അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോയി. പിന്നെ എങ്ങനെയോ പോസ്റ്റ് തട്ടിയിട്ട് പിന്നെയാണ് അവൻ രക്ഷപ്പെട്ടത്, ഡിഫൻഡർ അവൻ ആക്കിയത്. പിന്നെ ബോണൂച്ചിന് റെഡ് കാർഡ് കിട്ടി. ദാറ്റ് വാസ് ലൈക്ക് സോൾട്ട് ടു ദ വൂണ്ട്. ഫുള്ള് കോൺഫിഡൻസ് പോയി, എല്ലാം തകർന്നു പോയി. ആൻഡ് സോ ദ ഫാൻസ് ആർ റൈറ്റ് ടു ബി അപ്സെറ്റ്. പക്ഷെ നമുക്ക് ഈ പ്ലെയറിന്റെ ഒരു പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കണം. എനിക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എനിക്ക് കൂടുതൽ ഹയർ വേജസ് ഉണ്ടാവും, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ലൈക്ക് ഐ ക്യാൻ ഡെവലപ്പ് മൈ സെൽഫ്. എനിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ I can go there. I have the right to go there. But at the same time, we can't blame the fans for this. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല PSG പോകുന്നതാണ് ഒരു നല്ല ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു എൻവയറമെന്റ്, ഒരു സറൗണ്ടിങ്ങും I just don't agree with that. But his choice, പിന്നെ ഇതെല്ലാം സംഭവിച്ചു. ഇവളുടെ AC മിലാന്റെ അക്കാഡമിന്ന് കാലത്തിന് ശേഷം വന്നൊരു ടോപ്പ് പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞ ഡോണറമ്മയായിരുന്നു. അവൾക്ക് ഭയങ്കര ബിലീഫും ഉണ്ടായിരുന്നു. 16 ഇയർ ഓൾഡ് ആയപ്പോത്തിന് തന്നെ അവനെ സ്റ്റാർട്ട് ചെയ്തു മാച്ചില്. അപ്പം ആലോചിച്ച് നോക്ക്, ആ ഒരു ബിലീഫ്. ലൈക്ക് 16 ഇയർ ഓൾഡ് ഗോൾ കീപ്പേഴ്സ് ഒന്നും ആരും സ്റ്റാർട്ട് ചെയ്യാറില്ല. ഗോൾ കീപ്പേഴ്സ് ഒക്കെ മാക്സിമം 2018 മാക്സിമം സ്റ്റാർട്ട് ചെയ്ത്. അപ്പം അത്രയും വലിയൊരു പ്രോസ്പെക്റ്റ് ചെയ്യുന്നു. അതേ രീതിയിൽ തന്നെ അവനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാനും അവന് സഹായിച്ചു.
അപ്പം എന്തെങ്കിലും ഒരു റിട്ടേൺ വേണ്ടേ, ട്രാൻസ്ഫർ ഫീ എന്നുള്ള നിലയിലെങ്കിലും. അവന് ഫ്രീ ആയിട്ടാണല്ലോ പോയത്, മനസ്സിലായില്ലേ? യാ അറ്റ്ലീസ്റ്റ് ഒരു 20-30 മില്യൺ എങ്കിലും പോകണ്ടേ. ലൈക്ക് ഹീൽ ബി എ ടോപ്പ് ഗോൾ കീപ്പർ ഇൻ ദ ഫ്യൂച്ചർ ഫോർ ഷുവർ. അത്രയും നല്ലൊരു പ്രോസ്പെക്റ്റ് ആണ്, പക്ഷേ യങ്സ്റ്റർ ആണ്. ദിയാബ്, ഇതുവരെ ഡോണറൂമ PSG കളിച്ചിട്ടുണ്ടോ? ഐ തിങ്ക് ഓൺലി 2 Yes, yes. അപ്പിയറൻസസ്. അല്ല, 2-3 അപ്പിയറൻസസ് ഉണ്ട്. വിചാരിച്ച ചാമ്പ്യൻസ് ലീഗ് സിറ്റിന്റെ എതിരെ ഡൊണോറമ്മ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അവൻ 2-3 നല്ല സേവും ചെയ്തിരുന്നു. Real അവന് question is എല്ലാ though, കളിയും is PSG the right place for Donnarumma? That's the real question, right? അതെനിക്ക് PSG-യിലാവുമ്പോ തോന്നുന്നില്ല. നവാസിന്റെ കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ നവാസ് ഇനി മാക്സിമം 2-3 ഇയേഴ്സ് ഒക്കെ മാക്സിമം. അപ്പം നവാസിന്റെ കോൺട്രാക്ട് അവരിനി റിന്യൂ ചെയ്യൊന്നുമില്ല. ഡൊണോറമ്മ എന്ന് പറഞ്ഞാൽ അടുത്ത 10-15 ഇയേഴ്സിനുള്ള ഗോൾ കീപ്പറാണ്. പിന്നെ അതേ രീതിയിൽ തന്നെ റായോളന്റെ വേജ് ഡിമാൻഡ്സും ബോണസ് ഡിമാൻഡ്സും ഒക്കെ PSG ഫുൾഫിൽ ചെയ്യാനും കഴിയും. അപ്പം നെക്സ്റ്റ് 10-15 ഇയേഴ്സ് ഡൊണോറമ്മ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കീപ്പറാണ്, അവരുടെ ഫ്യൂച്ചർ സെക്യൂർഡ് ആണ്. പക്ഷെ പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഡോണറൂമ സച്ച് ബിഗ് ടാലന്റ് ഇവനൊരു ബാക്കപ്പ് കീപ്പർ ആക്കി വെക്കാൻ പറ്റൂല. ഇറ്റ്സ് നോട്ട് ജസ്റ്റിഫൈഡ്. അല്ല, ബാക്കപ്പ് കീപ്പർ അല്ലല്ലോ ബേസിക്കലി. നാവാസ് ആയിരിക്കില്ല ഫസ്റ്റ് ചോയ്സ് കീപ്പർ ഫോർ അല്ലല്ല, ദ. നവാസും ഡൊണോറമ്മയായിട്ട് അവര് കോൺസ്റ്റന്റ്ലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് ലീഗില് കളി തുടങ്ങിയിട്ട് കുറച്ച് മാച്ചസ് ആയിട്ടേ ഉള്ളൂ. അതിൽ തന്നെ ഡൊണറമ്മക്ക് 2-3 സ്റ്റാർട്ട്സ് കിട്ടി. അപ്പം പിന്നെ അവന് ടീമായിട്ടൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ആ ഒരു ടൈമും ഉണ്ടാവും. പിന്നെ നവാസിന് ഇനി നമ്മള് 1-2 ഇയേഴ്സ് ആണ് മാക്സിമം കാണുക. പിന്നെ അവനെ ഒഴിവാക്കും. ഒന്നെങ്കിൽ അവനെ ഫ്രീ ആയിട്ട് വിടും, അല്ലെങ്കിൽ സെല് ചെയ്യും, അല്ലെങ്കിൽ അവൻ റിട്ടയർ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, തിരിച്ച് നേഷൻസ് ലീഗിന്റെ ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. ഫൈനലായിരുന്നു. ഞാനൊരു സ്പെയിൻ സപ്പോർട്ടർ എന്നുള്ള നിലക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഫൈനലായിരുന്നു. സ്പെയിൻ ഡിസേർവ്ഡ് മോർ. അവരുടെ കയ്യിലിരുന്ന ബോൾ മൊത്തം അവര് ഡോമിനേറ്റ് ചെയ്തു. ഫ്രാൻസിന്റെ ഗെയിം സ്ട്രാറ്റജി തന്നെ കൗണ്ടർ അറ്റാക്സ് ആയിരുന്നു. പക്ഷെ അതിൽ പലപ്പോഴും പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഇൻഎഫിഷ്യന്റ് ആയിരുന്നു കൗണ്ടർ അറ്റാക്കിങ്ങൾ. സെക്കൻഡ് ഹാഫിൽ തിയോ ഹെർണാണ്ടസിനോട് ഒന്നും കൂടിയും ഫോർവേഡ് പോകാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എഫക്റ്റീവായി അവരുടെ കൗണ്ടർ അറ്റാക്കിങ്. പക്ഷേ ആ ഫസ്റ്റ് ഗോൾ ബെൻസീമന്റെ ഒരു വണ്ടർ ഗോൾ തന്നെ. അങ്ങനത്തെ ഒരു ഗോള് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ദാറ്റ്സ് ജസ്റ്റ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. ടോപ്പ് കോർണർ, എഡ്ജ് ഓഫ് ദി ബോക്സ്, ടോപ്പ് കോർണർ. ലൈക്ക് ഇറ്റ് വാസ് ആൻ ഇൻക്രെഡിബിൾ ഗോൾ. സ്പെയിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്പെയിൻ ഇൻഡിവിജ്വൽ ടാലന്റ് കാരണം തോറ്റുപോയി. അതേ രീതിയിൽ റഫറിങ് മിസ്റ്റേക്കും. ലൈക്ക് വാട്ട് ഡു യു തിങ്ക് ഓഫ് ദി ഓഫ് സൈഡ്? Offside. I think it could be an onside decision. കാരണം ഞാൻ കുറെ ആർട്ടിക്കിൾസ് ഇതിനെ കുറിച്ച് വായിച്ചു നോക്കി. പറയുമ്പോൾ and when I read through it, it says that the defender Eric Garcia deliberately touched the ball and cleared it off. അതുകൊണ്ട് എംബാപ്പേന്റെ ഓഫ് സൈഡ് it won't be counted as an offside. അതുകൊണ്ടായിരുന്നു ആ ഗോള് അലൗഡ് ആയിരുന്നു. പക്ഷെ പ്രശ്നം എന്താ അറിയോ? ഏത് ഡിഫൻഡർ ആണെങ്കിലും അവര് റിസ്ക് എടുക്കുന്നതിന് പകരം മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. ഇവര് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചെന്ന് കറക്റ്റ് ആണ്. പക്ഷെ അവന് ഓഫ് സൈഡ് പൊസിഷനിലല്ലേ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ആ പ്ലേ ഓഫ് സൈഡ് അല്ലേ, അപ്പൊ ക്യാൻസൽഡ് ആവണ്ടേ? അതേ രീതിയിലാണെങ്കിൽ ഈ ബോളിന്റെ ട്രജക്ടറി മാറിയിട്ടുമില്ല. ലൈക്ക് ട്രജക്ടറി വാസ് ദി സെയിം ട്രജക്ടറി. അവന്റെ ഒരു ചെറിയൊരു ടച്ച് ഉണ്ടെന്നേ ഉള്ളൂ. ഈവൻ ദോ ഇറ്റ് വാസ് ഡെലിബറേറ്റ്, ലൈക്ക് ദ പ്ലേ വാസ് ഓഫ് സൈഡ്. അതേ രീതിയിൽ തന്നെ ആ പ്ലേ ആദ്യമേ നിർത്തണമായിരുന്നു. അവിടെയാണ് റെഫറിങ് മിസ്റ്റേക്ക് വരുന്നത്. ഓഫ് സൈഡ് കോൾ ചെയ്യുമ്പോൾ അവിടെയാണ് കോൾ ചെയ്യേണ്ടത്. പക്ഷേ ലൈൻസ്മാന് കൊടുത്തേക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലോസ് കോൾസ് ഒന്നും നിങ്ങൾ വിളിക്കേണ്ട, നിങ്ങൾക്ക് ഡിലേ ചെയ്ത് വെക്കുക, പിന്നെ VAR വരുമ്പോൾ നോക്കാമെന്നാണ്. അപ്പോൾ പ്ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുമ്പോൾ എറിക് ഗാർസിയയുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഓഫ് സൈഡാണെന്ന് അറിഞ്ഞിട്ടും ആ ബോൾ തൊടാതിരിക്കേണ്ടത്? മനസ്സിലായല്ലേ? റെഫറിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റെഫറിക്ക് കൊടുത്തേക്കുന്ന ക്ലിയർ ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ ക്ലോസ് കോൾസ് ഒന്നും കോൾ ചെയ്യണ്ട, VAR വന്ന് നോക്കിക്കോളൂ എന്നല്ലേ പറഞ്ഞേക്കുന്നത് റെഫറീസ് ലൈൻസ്മാൻ്റെ അടുത്ത്. അപ്പം എറിക് ഗാർസിയ അത് കുറച്ചുകൂടെ ഇതാക്കിയല്ലേ എടുക്കണ്ടേ? പണ്ടത്തെ രീതിയിലല്ല. ഇപ്പോൾ VAR വന്നുകൊണ്ട് തന്നെ റെഫറിക്ക് അത്രയും സ്മൂത്തായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. കാരണം റെഫറി ഇപ്പോൾ ഓഫ് സൈഡ് വിളിച്ച് ഇപ്പം
വേറെ ഓപ്പോസിറ്റ് സിനാറിയോ ആണെങ്കിൽ ഇപ്പം എംബാപ്പെ ഓൺ സൈഡ് ആയിരുന്നു ഓഫ് സൈഡ് വിളിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും ഗോൾ പോകും. അപ്പോൾ റെഫറി വെയിറ്റ് ചെയ്തു, കാരണം അതാണ് റെഫറിക്ക് കൊടുത്തിരിക്കുന്ന ഇത്. അപ്പോഴത്തേക്കും എന്താണ് ചെയ്യേണ്ടത്? റെഫറി വെയിറ്റ് ചെയ്തു. എറിക് ഗാർസിയ എന്നുള്ളൊരു പ്ലെയറിൻ്റെ മിസ്റ്റേക്ക് അല്ലേ അപ്പോൾ അത്? അല്ലല്ല, പ്ലെയറിന് മിസ്റ്റേക്ക് അല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവലും വിചാരിച്ചാല് ഇപ്പൊ മാർക്കോസ് അലോൺസോ ആണെങ്കിൽ അവനെ ഓൺ സൈഡ് പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് 100% ഒരു പ്ലെയർ ഓഫ് സൈഡ് ആണോ അല്ലേന്ന് കളിക്കുന്ന സമയം നമുക്ക് പറയാൻ പറ്റൂല. ലൈക്ക് എറിക് ഗാർഷ്യന്റെ ബ്ലൈൻഡ് സൈഡിലാണ് അവന്റെ ബാക്കിലുള്ളവരൊക്കെ. അവര് ചിലപ്പം എംബാപ്പേനെ ഓൺ സൈഡ് കളിപ്പിച്ചിട്ടുണ്ടാവും. സോ അവര് 100% ഷുവർ ആവാൻ പറ്റൂല ഓഫ് സൈഡ് ആണോ അല്ലേന്ന്. അപ്പം എന്തായാലും ആ ബോൾ അവര് ക്ലിയർ ചെയ്യാൻ ട്രൈ ചെയ്യും. എല്ലാ ഡിഫൻഡേഴ്സും ട്രൈ ചെയ്യരുത്. ചിലപ്പോൾ തട്ടലില്ല, ചിലപ്പം കൂടുതലും ഡിഫ്ലക്ഷൻ ആവല് വിചാരിച്ച ആവും, എന്നിട്ട് അവൽ ഓഫ് സൈഡ് കൊടുക്കലാണ്. ഓക്കെ, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യും. ബോൾ ക്ലിയർ ചെയ്താലും സാധാരണ ഓഫ് സൈഡ് കൊടുക്കലുണ്ട്. അപ്പം ഇന്റൻഷൻ ആണ് സാധാരണ ഓഫ് സൈഡിൽ നോക്കൽ. അതേ രീതിയിൽ തന്നെ ട്രജക്ടറി മാറിയണോ നോക്കും. അതും ഓഫ് സൈഡ് ആയിരുന്നു. ലൈക്ക് ട്രജക്ടറി മാറി, ചേഞ്ച് ചെയ്യില്ല. ഇതൊക്കെയാണ് സാധാരണ ചെക്ക് ചെയ്യല്. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. ഫുൾ പ്രീമിയർ ലീഗ് റഫറീസ് സ്പെയിനിന് ഹാർട്ട് ബ്രേക്കിംഗ് ആയ ഡിസിഷൻ ആയിരുന്നു. പക്ഷേ ഡിസിഷൻ ഫുള്ളി അൺഫെയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു മൈൽഡ്ലി ഒരു അൺഫെയർ ഡിസിഷൻ ആയിരുന്നു. സോ നമ്മളിപ്പോൾ സ്പെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിൻ എൻട്രിക്കയുടെ അണ്ടർ വന്നതിന് ശേഷം നല്ലൊരു ടീമായിട്ട് മാറിയിട്ടില്ലേ? ലൈക്ക് അവന്റെ ടീം സെലക്ഷൻ ഒക്കെ കോൺട്രവേഴ്ഷ്യൽ ആണെങ്കിലും അത് അവന്റെ തന്നെ ടീമാണ്. ലൈക്ക് ഹി നോസ് വാട്ട് ഹി നീഡ്സ് ഫ്രം ഹിസ് പ്ലെയേഴ്സ്. അവന് പ്ലെയേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, എന്താണ് ആ പ്ലെയേഴ്സിൻ്റെ വേണ്ടത് എന്നുള്ളത്. ഹി ഹാസ് എൻ ഇന്റൻഷൻ. അപ്പം അതില് നമുക്ക് റെസ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവര് പ്ലെയേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും അവന്റെ 100%ലേക്ക് എത്താറുണ്ട് അവന്റെ, എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ പ്ലെയേഴ്സ്. എന്നുവെച്ചാൽ ഫോർവേഡ്സ് ഇതുവരെ ആരും 100% എത്തിയെന്ന് എനിക്ക്. ചില മാച്ചസിലൊക്കെ അവര് 100% എടുക്കും, ബട്ട് ചില മാച്ചസിൽ. പിന്നെ സ്പെയിന്റെ സ്ക്വാഡ് വളരെ യങ് ആണ്. ലൈക്ക് ഇഫ് യു ടേക്ക് ദി ഫോർവേഡ്സ് ആരെടുത്താലും, ലൈക്ക് ഫോർവേഡ്സിൽ തന്നെ കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. യെർമി പീനോ, ബ്രയാൻ ജിൽ, ഫാറ്റി, ഇവരൊക്കെ. അപ്പം നല്ല ഫ്യൂച്ചർ ഉണ്ട്. സോ ദേ ക്യാൻ സ്റ്റിൽ ട്രൈ ഫോർ വേൾഡ് കപ്പ്. അടുത്ത യൂറോ ആകുമ്പോഴത്തേന് സെറ്റ് ആവും. അങ്ങനെ ദേ ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ. സോ നേഷൻസ് ലീഗ് എടുത്ത ഫ്രാൻസിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? ആ ടീമും അവരുടെ ടാക്ടിക്സും. ഡെഷാംസ് നല്ലൊരു ജോബാണോ ഇപ്പം ഉള്ള ടീം വെച്ച് ചെയ്തേക്കുന്നത്? അവർ ബിറ്റ് സ്ട്രഗിൾ ചെയ്യുന്ന കണക്കാണ് ഫൈനലിൽ തോന്നിയത്. അങ്ങനത്തെ ഒരു ടീം വെച്ച് അങ്ങനെയാണോ കളിക്കേണ്ടത് ഡെഷാംസ്? എന്താന്ന് വെച്ചാല് ഫ്രാൻസ് എന്ന് പറഞ്ഞാല് അവർക്ക് ഇതിലും അധികം പെർഫോം ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഡെസാംസിന്റെ ടാക്ടിക്സ് എന്താന്ന് വിചാരിച്ചാല് ഡിഫെൻസീവ്ലി ഭയങ്കര സോളിഡ് ആവുക, പിന്നെ ഒഫൻസിൽ ബെൻസീന്റെ മതിലുള്ള എന്തെങ്കിലും ഒരു ഗോൾ കയറും എന്നുള്ള ഒരു ബിലീഫ്. അതാണ് അവന്റെ ടാക്ടിക്സ്. അതേ രീതിയിൽ തന്നെ ഇനി പെനാൽറ്റീസിൽ പോവുകയാണെങ്കിൽ പെനാൽറ്റീസിൽ ജയിക്കാനുള്ള ഇൻഡിവിജ്വൽ ക്വാളിറ്റിയും ഫ്രാൻസിനുണ്ട്. അപ്പം ഡെഷാംസിന്റെ അപ്രോച്ച് ഇതാണ്. അതാണെങ്കിൽ അത്യാവശ്യം വർക്കിംഗ് ആണ്. വിചാരിച്ച അവര് ഒരു വേൾഡ് കപ്പ് അടിച്ച് നേഷൻസ് ലീഗ് അടിച്ച്. അപ്പം നമുക്ക് വർക്കിംഗ് അല്ല ഈ ടാക്ടിക് എന്ന് പറയാനും പറ്റില്ല. ഹി ക്യാൻ ഡു മച്ച് ബെറ്റർ ദാൻ ദിസ്. എന്നുവെച്ചാൽ അത്രയും നല്ല ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉള്ള ടീമാണ്. അപ്പം ഇതിലും എന്റർടൈനിങ് ആയിട്ട് അവന് കളിപ്പിക്കാൻ പറ്റും. എൻഡ് ഓഫ് ദി ഡേ എന്റർടൈനിങ് ആണോ വേണ്ടത് അതോ റിസൾട്ട് ആണോ വേണ്ടത് എന്നുള്ളൊരു. But one thing, Deschamps 2012, from that time he's been coaching France. So don't you think ബാക്കി എല്ലാവരും ഇവന്റെ ടാക്ടിക്സും ഇവന്റെ പ്ലേ സ്റ്റൈലും കണ്ടിട്ട് it's been like 9 years now, no? So they've probably learned how exactly he operates. അതിനൊരു തോന്നുന്നുണ്ടോ? നോ, ബട്ട് നമ്മൾ ഫ്രാൻസ് ടീം എടുത്ത് നോക്കുവാണെങ്കിൽ അങ്ങനെ ടാക്ടിക്സിനെ കാട്ടിയും നല്ലൊരു ടീമാണ് ഫ്രാൻസിനുള്ള. അപ്പം ആ പ്ലെയേഴ്സിന് ഇൻഡിവിജ്വലായിട്ടും അവരെന്തായാലും കളിക്കുന്നുണ്ട്. അപ്പം ടാക്ടിക്സ് മാത്രം നോക്കിയാൽ പോരല്ലോ, അവരുടെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിൻ്റെ സ്കിൽസ് നോക്കിക്കഴിഞ്ഞാലല്ലേ ഫ്രാൻസ് ടീം നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പം ടാക്ടിക്സിൽ ഫെയിലിയർ ഉണ്ടെങ്കിലും ഇപ്പം എംബാപ്പെ, ബെൻസീമ കണക്കത്തെ ഒരു പ്ലെയർ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ഫ്രാൻസിനെ കളി ജയിപ്പിക്കാമല്ലോ. മനസ്സിലായില്ലേ?
മിഡ്ഫീൽഡിലാണെങ്കിൽ പോഗ്ബ ഉണ്ട്. അങ്ങനെ മിഡ്ഫീൽഡിൽ എത്ര വെറൈറ്റി ഉള്ള പ്ലേയേഴ്സ് അവരുടെ ഇരിക്കുന്നത്. അപ്പം ഡെഷാംസ് എല്ലാ രീതിയിലും ലക്കി ആയിട്ടുള്ളൊരു കോച്ച് തന്നെയാണ്. എന്ന് പറയുമ്പോൾ എല്ലാ ആസ്പെക്ട്സിലും നല്ല പ്ലേയേഴ്സുണ്ട്. അപ്പം ടാക്ടിക്സ് മാത്രം നോക്കിക്കഴിഞ്ഞാലും പറ്റത്തില്ല. പക്ഷേ ഡെഷാംസിൻ്റെ ടാക്ടിക്സ് മാറ്റാൻ സമയമായി. ഡെഷാംസ് ആ സ്ക്വാഡ് കൊടുത്തേക്കുന്ന സ്ക്വാഡ് വെച്ച് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ടല്ല കൊടുക്കുന്നത്. എന്നാലും ജയിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ക്വാഡ് കുറേ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സ്ക്വാഡാണ് ആ സ്ക്വാഡ്. ജയിക്കുന്നുണ്ട്, പക്ഷെ എന്താ കൺവിൻസിങ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. യു കാൺ ഓൾവേസ് റിലൈ ഓൺ ഇൻഡിവിജ്വലിസം. നിനക്ക് ആ ടീം ഇത് വേണം. പക്ഷെ ഇവന് ദിസ് ഡെഷാംസ് I don't think he's getting the best out of all of his players. അവന് ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഭയങ്കരമായിട്ട് അവന്റെ ഗെയിം ബേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ സ്വിറ്റ്സർലൻഡിന്റെ എതിരെ അവര് തോറ്റില്ലേ, അപ്പം ആ ഇൻഡിവിജ്വൽ ക്വാളിറ്റി അവനെ ഡിസപ്പോയിന്റ് ചെയ്തു. ലൈക്ക് ദേ ഡിഡ്ന്റ് ടേൺ അപ്പ്. അതുകൊണ്ട് തന്നെ അവര് തോറ്റു. അപ്പം അതാണ് ഹി പ്രിഫേഴ്സ് ദാറ്റ് വേ. സോ അപ്പോൾ നമ്മൾ മാനേജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റലിയുടെ 37 ഗെയിം അൺബീറ്റൺ റണ്ണാണ് സ്പെയിൻ നേഷൻസ് ലീഗ് സെമി ഫൈനലിൽ ബ്രേക്ക് ചെയ്തത്. അപ്പം മാൻസീനിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളിപ്പോൾ മാനേജേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴല്ലേ, മാൻസീനി ഡിഡ് എ വെരി ഇൻക്രെഡിബിൾ ജോബ്. എന്ന് വെച്ചാൽ അവര് വേൾഡ് കപ്പിനും കൂടി ക്വാളിഫൈ ചെയ്യാത്ത ടീമായിരുന്നു. അവരെ കൊണ്ട് അവന് 37 ഗെയിംസ് അൺബീറ്റൺ ഒരു യൂറോ കപ്പ് അടിച്ചും ചെയ്തു. ലൈക്ക് ഇറ്റ് ഈസിന്റ് എ വെരി ഈസി ജോബ് ടു. ഭയങ്കര ഇൻക്രെഡിബിൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. പിന്നെ സ്പെയിന് അവരെ യൂറോ കപ്പ് സെമി ഫൈനലിലും സ്പെയിൻ വേർ ദി ബെറ്റർ സൈഡ് അവന്റെ ഇതില് കളിച്ചപ്പം. അപ്പം ദിസ് വാസ് ഓൾവേസ് ഗോയിങ് ടു ബി എ വെരി ക്ലോസ് ഗെയിം. ഇതില് ആ സ്പെയിനിന് അവരുടെ ചാൻസ് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവര് ജയിച്ചു ഇപ്രാവശ്യം. പിന്നെ ഇറ്റലി ഈസ് സ്റ്റിൽ എ വെരി ഗുഡ് കണ്ടന്റർ ഫോർ ദി വേൾഡ് കപ്പ്. അവര് നല്ല കളി, മിക്ക കളികളിലും അവര് തന്നെയായിരുന്നു സ്ട്രോങ് സൈഡ്. ഇപ്പം ബെൽജിയത്തിന്റെ എതിരുള്ള തേർഡ് പ്ലേസ് കളിയിലും they were the better side. Well, we haven't talked about the semi-final. ഈ ബെൽജിയം ഫ്രാൻസിന്റെ സെമിഫൈനൽ, that is a game. This is the perfect example of an iconic game. ഈ കളിയിൽ എല്ലാം ഉണ്ടായിരുന്നു. 2 giants going at it. പിന്നെ everything was there. ഒരു കംബാക്ക് വിക്ടറി ആയിരുന്നു. പിന്നെ ഈ കംബാക്കും വിന്നിംഗ് ഗോളും 90th മിനിറ്റിലായിരുന്നു വന്നതും. ഈ ഗോളും ഒരു ഡിഫൻഡർ ആയിരുന്നു അടിച്ചത്, ലോങ് റേഞ്ചും. ആ ഡിഫൻഡർ ഫസ്റ്റ് ഗോൾ ഓഫ് ഹിസ് ഇന്റർനാഷണൽ കരിയർ. സോ ലൈക്ക് എവറിത്തിങ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഹെവൻലി ടു വാച്ച്. ലൈക്ക് ഇങ്ങനത്തെ പോലൊരു കളി നമ്മൾ കാണാറില്ല. only problem was ഈ ടൂർണമെന്റ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ടൂർണമെന്റ് or a big game. പക്ഷെ everything else was really beautiful about this game. Yes. It is another testament to ആ ടൂർണമെന്റ് ബിഗ് അല്ലെന്ന് പറഞ്ഞാലും അതിലെ ഗെയിംസ് എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ആയിരിക്കും. ഫിക്സ്റ്റേഴ്സ് എല്ലാം നല്ല എന്ന് പറയുമ്പം നമ്മളിപ്പം പറഞ്ഞില്ലേ ഫ്രണ്ട്ലി മാറ്റിയിട്ടാണ് നേഷൻസ് ലീഗ് കൊണ്ടുവന്നത്. പക്ഷെ ഫ്രണ്ട്ലിനെക്കാട്ടി കുറേ കൂടെ ടീം കുറേ കൂടെ ഓൾ ഔട്ട് ആയിട്ടാണ് കളിക്കുന്നത്. എന്ന് പറയുമ്പം എല്ലാ ഫുൾ സ്ട്രെങ്ത്തും എടുത്താണ് അവർ കളിക്കുന്നത് നേഷൻസ് ലീഗ് മിക്ക ടീംസും. ഫൈനൽ സെമി ഫൈനലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റും. അവർ വിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എല്ലാ ടീമും കളിച്ചത്. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജ് നോർമൽ ഫ്രണ്ട്ലീസ് കണക്ക് തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ സെമി ഫൈനലിന് ശേഷം കോമ്പറ്റീഷൻ ഇത്തിരി ഇതാവുന്നുണ്ട്. പിന്നെ നോർമലി നേഷൻസ് ലീഗ് എന്ന് പറയുമ്പം ക്വാർട്ടർ ഫൈനലിലോട്ടുള്ളൊരു ലീഗാണ്. ഈ വർഷം കോവിഡ് കാരണമാണ് അവർ സെമി ഫൈനൽ മാത്രം വെച്ചിറക്കിയത്. നമുക്ക് ഇനി വേണമെങ്കിൽ ബാലൻഡിയോർ ലിസ്റ്റിലേക്ക് കിടക്കാം. ബാലൻഡിയോർ നോമിനീസും ബെസ്റ്റ് യങ്സ്റ്റേഴ്സ് നോമിനേഷൻസും ഒന്നാണ്. ബാലൻഡിയോറിൽ ടോപ്പ് 30 ആണ് വന്നത്. ഓക്കെ, അപ്പം ആ നോമിനേഷനെ കുറിച്ച് ആർക്കെങ്കിലും പറയാനുണ്ടോ? ടോപ്പ് 30നെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം അതിനകത്ത് എന്ന് പറയുമ്പം ഡിസേർവ്ഡ് ആയിട്ട് കുറച്ചുള്ള പ്ലേയേഴ്സ് അതിനകത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ആരോ പറഞ്ഞ കണക്ക് നമ്മളിപ്പോൾ ഒരു റാൻഡം 100 ടോപ്പ് പ്ലേയേഴ്സിൽ നിന്ന് റാൻഡം 30 പീപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി ഒരു നല്ല ലിസ്റ്റ് കിട്ടുമെന്ന് ആരോ പറയുന്നത് കേട്ടു. അതും എനിക്ക് ചെറുതായിട്ട് സത്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അൺഡിസേർവ്ഡ് ആയിട്ട് കുറേ പ്ലേയേഴ്സ് ടോപ്പ് 30 വരുന്നില്ല. കിയേസ വന്നിട്ടില്ല, ക്രൂസ് വന്നിട്ടില്ല, അങ്ങനെ കുറേ പ്ലേയേഴ്സ് വന്നിട്ടില്ല ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ.
അപ്പം ഓക്കെ. അതെനിക്ക് ഇത്തിരി അൺഫെയർ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്ന് പറയുമ്പോൾ ടോപ്പ് പ്ലേയേഴ്സിനെല്ലാം കറക്റ്റാണ്. പക്ഷേ നല്ല സീസൺ പുള്ള് ചെയ്ത കുറച്ച് കളിക്കാരെ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഇച്ചിരി ഡൗൺ സൈഡാണ് അതിൻ്റെ. അല്ല, ക്രൂസിന്റെ ഞാൻ പറഞ്ഞ ലൈക്ക് ക്രൂസ് ആരുടെ മേലെയാണ് ഡിസേർവ്ഡ്? ലൈക്ക് ഹൂ ഡു യു തിങ്ക് ക്രൂസ് ക്യാൻ സ്റ്റേർലിംഗ്, റിപ്ലേസ് ഇൻ സ്റ്റെർലിംഗോ? സ്റ്റേർലിംഗ്, യാ ഷുവർ. സ്റ്റെർലിംഗ് UCL ഫൈനലിലെത്തി, യൂറോ കപ്പ് ഫൈനലിലെത്തി. യൂറോ കപ്പ് ക്യാമ്പയിനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവന് 39 ഗോൾസ് പ്ലസ് അസിസ്റ്റും ഉണ്ട്. ലൈക്ക് ഹീ ഇസിൻറ്റ് എ ബാഡ് പ്ലെയർ. ലാസ്റ്റ് സീസൺ വാസിൻറ്റ് എ ബാഡ് ക്യാമ്പയിൻ. നമ്മൾ സിറ്റിയിൽ കളിക്കുന്നതുകൊണ്ട് തോന്നുകയാണ് ഹി വാസ് എ ബാഡ് പ്ലെയർ. അതാണ് അവരുടെ ലെവൽ ഓഫ് ഇൻഡിവിജ്വൽസ്. പക്ഷെ അത് വിചാരിച്ച് അവനൊരു ബാഡ് പ്ലെയർ ആണെന്ന് പറയാൻ പറ്റില്ല. 39 ഗോൾസ് പ്ലസ് അസിസ്റ്റ് എങ്ങനെ ബാഡ്? ഐ തിങ്ക് സ്റ്റെർലിംഗ് ഡിസേർവ്സ് മോർ. കാരണം റയൽ മാഡ്രിഡ് കഴിഞ്ഞ സീസൺ ട്രോഫിലെസ് വരുന്നു. ജർമ്മനി വേഗം പുറത്തു പോവുകയും ചെയ്തു യൂറോ കപ്പിന്റെ. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ക്രൂസ് ഡിസേർവ് ടു ബി ഇൻ ദ ടോപ്പ് 30. പക്ഷേ if it was the Ballon d'Or, we should look at individual performance. I ആ mean, more ഇൻഡിവിജ്വൽ importance to that. പക്ഷേ ഇവർ ആദ്യം കളക്റ്റീവ് പെർഫോമൻസ് അല്ലേ നോക്കുന്നത്? അല്ല, സി ഇൻ ബാലൻഡിയർ എന്ന് പറഞ്ഞ സിസ്റ്റം തന്നെ കുറച്ച് എന്താ നമുക്ക് എവിടേക്കും പുഷ് ചെയ്യാം. ലൈക്ക് എനി സൈഡ്. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ എയിം വിചാരിച്ചാല് കളക്റ്റീവ് റിസൾട്ടാണ് അതിന്റെ മെയിൻ എയിം. പക്ഷേ ഇൻഡിവിജ്വൽ ടാലന്റും നമ്മൾ മെഷർ ചെയ്യണം. അപ്പൊ അത് രണ്ടും നമ്മൾ എത്ര പെർസെന്റേജ് എടുക്കുന്നു നോക്കണ്ടേ. ലൈക്ക് ക്രൂസ് ഈസ് എ ബെറ്റർ പ്ലെയർ ദാൻ സ്റ്റെർലിംഗ്, നോ ഡൗട്ട്. പക്ഷെ ലാസ്റ്റ് സീസണ് സ്റ്റെർലിംഗ് വാസ് എ ബെറ്റർ പെർഫോമർ ദാൻ ക്രൂസ്. കാരണം ക്രൂസ് ട്രോഫിലെസ് ആയിരുന്നു. ലൈക്ക് അപ്പം ട്രോഫിലെസ് പറഞ്ഞാൽ ലീഗിൽ എന്താ അവർ മോശമായിരുന്നു. പിന്നെ യൂറോ കപ്പിൽ നേരത്തെ എക്സിറ്റ് ആയി. ലൈക്ക് he wasn't good at all in the യൂറോ കപ്പിൽ അവൻ പറ്റ മോശമായിരുന്നു. ആ ഡബിൾ പിവറ്റ് സിസ്റ്റത്തിൽ അവന് തീരും വർക്കായില്ല. 3-4-3 സിസ്റ്റത്തിൽ. പിന്നെ ചാമ്പ്യൻസ് ലീഗ് അവന് സെമീസ് എത്തി, ബട്ട് ഇറ്റ് വാസ് ഇൻ വെരി കൺവിൻസിങ്. ഒരു ഗെയിം അത്യാവശ്യം നല്ലായിരുന്നു. ലിവർപൂളിനെതിരെ അവൻ നല്ലോണം കളിച്ചു. പക്ഷെ എന്താ ടോപ്പ് 30 ഡിസേർവിങ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഐ ഡു തിങ്ക് ചിയേസ ഡിസേർവ്ഡ് ടോപ്പ് 30 അവന്. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ യുവന്റസ് എന്താ ഫസ്റ്റിൽ ഫിനിഷ് ചെയ്യുന്ന ടീം ടോപ്പ് 4 ജസ്റ്റ് ഫിനിഷ് ചെയ്താണ് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ. അതേ രീതിയിൽ തന്നെ അവര് CL വേഗം എക്സിറ്റ് ആവുകയും ചെയ്ത്. അപ്പൊ അല്ലതല്ല ഈ കിയേസയുടെ കാര്യമില്ലേ, കിയേസ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നെയ്മർ എന്നുള്ള ഒരു പ്ലെയർ ആ ലിസ്റ്റിലുണ്ടല്ലോ. ഞാൻ നെയ്മറിനെ കുറ്റം പറയല്ല. നെയ്മർ അവിടെ വന്നിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആ കോപ്പ അമേരിക്കയിലെ പെർഫോമൻസ് വെച്ച് മാത്രമാണ് നെയ്മർ വന്നിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റൂ. നിങ്ങൾ എഗ്രി ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കിയേസയ്ക്ക് ആ ലിസ്റ്റിൽ വന്നൂടെ? നെയ്മർ വന്നിട്ടുണ്ടെങ്കിൽ കിയേസയ്ക്ക് ആ ലിസ്റ്റിൽ വന്നൂടെ? കളിച്ചിരുന്നു. ലൈക്ക് ഹി വാസ് ഡിസപ്പോയിന്റിങ് ഫോർ ഹിസ് ഓൺ സ്റ്റാൻഡേർഡ്സ്. പക്ഷെ അവന് എന്താ ഇതില് ഫ്രഞ്ച് ലീഗിലും കളിച്ചിരുന്നു. പിന്നെ അതേ രീതിയിൽ തന്നെ ബാലൻഡിയോറില് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സും എടുക്കും. ലൈക്ക് ഇവരുടെ നോമിനേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ലാസ്റ്റ് എന്താ 3 to 4 ഇയേഴ്സിന്റെ പെർഫോമൻസും അവര് നോക്കും എന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ട്. പിന്നെ കിയേസ, ലൈക്ക് ഐ തിങ്ക് കിയേസ ഡിസേർവ്ഡ് ടു ബി ഇൻ ദി ടോപ്പ് 30. ഞാൻ ആരെ ഒഴിവാക്കുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് എന്താ മറ്റേ ഇവന്റെ പേരെന്താ കിജേർ. ലൈക്ക് ഐ ഡോണ്ട് ഹി ഡിസേർവ് ടു ബി ഇൻ ദി ടോപ്പ് 30. പിന്നെ ബൊണൂഷി എന്ന് പറഞ്ഞാൽ അവന് യൂറോ കപ്പ് ഇത് പെർഫോമൻസ് വെച്ച് മാത്രമാണ് അവന്റെ ഇത്. ലൈക്ക് ഹി വാസ് ഇൻ ദി ബെസ്റ്റ് ഡിഫൻഡർ ഇൻ സീരിയ. ദർ വർ മെനി ബെറ്റർ ഡിഫൻഡേഴ്സ് ഇൻ സീരിയ. അതേ രീതിയിൽ തന്നെ ചില്ലിന്. അപ്പം അവരൊന്നും ഐ ഡോണ്ട്. പക്ഷേ ബൊണൂച്ചി ആൻഡ് കില്ലിനി നല്ലൊരു യൂറോപ്പുള്ളും നടത്തിയില്ലായിരുന്നു, നല്ലൊരു യൂറോ റണ്ണും നടത്തിയില്ല അവർ രണ്ടുപേരും കൂടെ. അതുകൊണ്ടായിരിക്കും അവർ ലിസ്റ്റിൽ വന്നത്. പക്ഷേ അവരും കുറച്ച് ഒരു ലിറ്റിൽ ബിറ്റ് അൺഡിസേർവ്ഡ് ആയിരുന്നു. യൂറോ കപ്പിൽ കയറിയിരുന്നു, ബട്ട്
they don't even start every time for Juventus. ബട്ട് യൂറോ കപ്പിൽ ഇറ്റലിയിലെ മെയിൻ 2 ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ബൊണൂച്ചി കിലീനി ആയിരുന്നു അല്ലേ? യൂറോ കപ്പിലാ അങ്ങനെ എനിക്കിപ്പം ചിയേസ മൈ പോയിന്റ് ഇസ് ചിയേസ ഡിസേർവ്ഡ് മോർ ദാൻ ബൊണൂച്ചി ആൻഡ് ചിലേനി. കിയേസ ഡിസേർവ്ഡ് മോർ. ഹി വാസ് ജുവന്റസ് എടുത്തു നോക്കിയാലും കിയേസ ഒരു നല്ല പ്ലെയർ തന്നെയായിരുന്നു. സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ ആയിരുന്നു കഴിഞ്ഞ സീസൺ യുവയില് കിയേസ. പിന്നെ അതേ രീതിയിൽ ലൈക്ക് ഹി വൺ ദി ചാമ്പ്യൻസ് ലീഗ്. അതുകൊണ്ട് പിന്നെ സെമീസ് യൂറോ കപ്പിൽ കുഴപ്പമില്ലായിരുന്നു. ബട്ട് ഹി വാസന്റ് ചെൽസീസ് സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ ഓൺ എനിത്തിങ്. പിന്നെ ഫിൽ ഫോർഡൻ ഡിസേർവ്ഡ് ഇറ്റ്. പിന്നെ അതിലെനിക്ക് കുറെ പറയാനൊന്നുമില്ല. കിമിച്ച് ലിസ്റ്റിൽ ഇല്ലാത്തതിന് അവസാനം Yes, I think Kimmich deserves to be in top 30 പക്ഷേ but I can't see who he would replace. സുവാറസിന് നല്ലൊരു ക്യാമ്പയിൻ ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്ലേയേഴ്സ് എല്ലാം നല്ല പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷേ നമുക്കങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്കുലർലി എടുത്തു കളയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ബെറ്റർ പ്ലേയേഴ്സ് കാണും. പക്ഷേ എന്നാലും എല്ലാവരും നല്ലൊരു സീസൺ തന്നെയായിരുന്നു എല്ലാ പ്ലേയേഴ്സിനും. ടോപ്പ് 30 വന്ന എല്ലാ പ്ലേയേഴ്സും നല്ലപോലെ പെർഫോം ചെയ്തു. ഇനി നിങ്ങളുടെ ടോപ്പ് 3 ഉണ്ടോ എല്ലായിടത്തും? ടോപ്പ് 3 ഞാൻ ടോപ്പ് 3 പറയുകയാണെങ്കിൽ എനിക്ക് ടോപ്പ് 1 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എനിക്ക് തോന്നുന്നു മെസ്സി. പിന്നെ മെസ്സി സെക്കൻഡ് പൊസിഷൻ എനിക്കറിയില്ല. തേർഡ് മിക്കവാറും ബെൻസിമ വരും ചിലപ്പോൾ തേർഡ്. കാരണം ബെൻസിമ ഇപ്പോൾ നല്ല സെക്കൻഡ് ലെവൻഡോസ്കി ആയിരിക്കും. യെസ്, മെസ്സി, ലെവൻഡോസ്കി, ബെൻസിമ. യെസ്, അതാ ഞാൻ പറയുന്നത്. ജോന്റെ റാങ്കിങ് എനിക്ക് ഐ തിങ്ക് ഐ അഗ്രി വിത്ത് അരുൺ. കാരണം അവസാനം എന്തായാലും മെസ്സി ജയിക്കും. ഐ ഡോണ്ട് തിങ്ക് എനിവൺ വിൽ ഡിസഗ്രി. ഐ ഡോണ്ട് തിങ്ക് എനിവൺ വിൽ ബി സർപ്രൈസ്ഡ് അറ്റ് മെസ്സി വിന്നിങ്. പിന്നെ സെക്കൻഡും ലെവൻഡോസ്കിയും ആവും. കുറെ റെക്കോർഡ്സ് ആൻഡ് ബ്രേക്കിംഗ്. ഹി ജസ്റ്റ് വൺ ദി ബundesliga ഓൾസോ. But the third I'm kind of confused. Could be Benzema. പക്ഷെ ബെൻസെമ ഇൻഡിവിജ്വൽ നോക്കുമ്പോൾ ബ്രില്യന്റ് പ്ലെയർ, പക്ഷെ ഒന്നും ജയിച്ചിട്ടില്ല. ബട്ട് ഹൂ എൽസ് ഇസ് worthy to replace ബെൻസെമ ഈ ലിസ്റ്റിൽ? എനിക്ക് തേർഡ് ലുക്കാക്കു ആയിരിക്കും. ലൈക്ക് ബെൻസിമ ഫോമിലാണ്. ബട്ട് ഈ സീസണിന്റെ സ്റ്റാർട്ടിങ് തൊട്ടാണ് അവന്റെ ഈ ഫോം തുടങ്ങി. മനസ്സിലായില്ലേ? ലൈക്ക് നൗ ഹീസ് ഓൺ എ ഡിഫറെന്റ് ഫോം. ഈ സീസൺ തുടങ്ങിയതിന് ശേഷം ലൈക്ക് ഹീസ് ഓൺ എ ഡിഫറെന്റ് ലെവൽ. പക്ഷെ അത് ഈ സീസണിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് മാത്രമാണ് ഈ ലെവലിലേക്ക് അവൻ എത്തിയത്. ലൈക്ക് കഴിഞ്ഞ സീസണിന്റെ എൻഡിലേക്കും ഹീ സ്കോർഡ് വിന്നിംഗ് ഗോൾസ് ആൻഡ് ഓൾ. ബട്ട് ഈ സീസണിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ബാലൻഡിയോർ ടോപ്പ് 3 വേർത്തി ഇതിലാണ്, ഫോമിലാണ്. പിന്നെ തേർഡ് പൊസിഷൻ വരാൻ വേർത്തിയായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ സുവാരസിന് ഒരു വേർത്തി പ്ലെയർ തന്നെയാണ്. കാരണം അത്ലറ്റിക്കോയിൽ പോയി ഗോൾസ് അടിച്ചു, ലാലിഗ എടുത്തു. പക്ഷെ ആ തേർഡ് വരത്തില്ല. പക്ഷെ എന്നാലും നല്ലൊരു സീസൺ ആയിരുന്നു സുവാരസ് വന്നിരുന്നത്. പക്ഷെ അവരെന്താ വെച്ചാല് ചാമ്പ്യൻസ് ലീഗിലും കോപ്പ അമേരിക്കയിലും രണ്ടിലും ഭയങ്കര ഡിസപ്പോയിന്റിങ് ആണ്. ഉറുഗ്വേ കോപ്പ അമേരിക്കയിൽ നല്ല ഡിസപ്പോയിന്റിങ് ആയിരുന്നു. അതേ രീതിയിൽ തന്നെ അത്ലറ്റിക്കോ ചാമ്പ്യൻസ് ലീഗിൽ ഒന്നും ചെയ്തില്ല. അപ്പം ഐ തിങ്ക് ലുക്കാക്കു ഡിസേർവ്സ് മോർ ദാൻ സുവാറസ്. അതായത് 9 ഇയർ ഡോമിനേഷൻ യുവന്റസിന്റെ പൊട്ടിച്ചു അവരുടെ ടോപ്പ് സ്കോറർ ആയിരുന്നു ലുക്കാക്കു. അതേ രീതിയിൽ തന്നെ ബെൽജിയത്തിന്റെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ലുക്കാക്കു തന്നെ നമുക്ക് എല്ലാവർക്കും എഗ്രി ചെയ്യാം. ദർ ഇസ് നോ ഡിബേറ്റ് അബൌട്ട് ഇറ്റ്. പിന്നെ ചെൽസിയിലും ലൈക്ക് ഹി ഇസ്ന്റ് ഹാവിങ് എ ബാഡ് സ്റ്റാർട്ട്. 2-3 ഗോൾ പ്ലെയർ അടിച്ചു. അപ്പം ഐ തിങ്ക് ലുക്കാക്കു ഡിസേർവ്സ് ദാറ്റ് തേർഡ് പോസ്റ്റ്. So top 4 will most probably be Messi, Lewandowski, Lukaku, Benzema and Suarez. Yes. മിക്കവാറും അതായിരിക്കും ടോപ്പ് 5 വരുന്നത്. സുവാറസ് ടോപ്പ് 5 കയറും തോന്നുന്നില്ല. അതിന് പകരം ജോർജിനോ അല്ലെങ്കിൽ ജോർജിനോ. യെസ്, ജോർജിനോ ഒരു എന്ന് പറയുമ്പം ജോർജിനോ അല്ലേ പ്ലെയർ ഓഫ് ദി സീസൺ ജയിച്ചേ? അവന് ചാമ്പ്യൻസ് ലീഗ് അടിച്ച് യൂറോ കപ്പ് അടിച്ച്. അപ്പൊ അതുകൊണ്ട് അവന് എന്തായാലും ഒരു ടോപ്പ് 5 സ്പോട്ടെങ്കിലും ഉണ്ടാവും. ചിലപ്പോ അവനായിരിക്കും കേട്ടോ തേർഡ് വരെ. ലൈക്ക് ഐ ക്യാൻ സി ഹിം ബീയിങ് ദ തേർഡ്. ഓക്കെ, ഇനി നമുക്ക് യങ്സ്റ്റേഴ്സിന്റെയിലേക്ക് കിടക്കാം. ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ നോമിനീസ് എന്നുള്ളത്. പെഡ്രി കേറി, സാക്ക,
വേർഡ്സ്, ഫ്ലോറിയൻ വേർഡ്സിന് അറിയോ, ബയർ ലെവർകൂസൻ പ്ലെയർ ആണ്. പിന്നെ കേട്ടിട്ടുണ്ട്. ജിയോ റൈന, ഡോട്ട്മണ്ട് പ്ലെയർ. ഗ്രീൻവുഡ്, ബെല്ലിംഗ്ഹാം, ജെർമി ഡോക്കോ, പിന്നെ അയാക്സിന്റെ ഗ്രാവൻബർഗ്, പിന്നെ മുസിയാല ബയേണിന്റെ, പിന്നെ അതേ രീതിയിൽ ന്യൂനോ മെൻഡസ് PSG ഈ സീസൺ കയറിയത്. ഐ തിങ്ക് പെഡ്രി ഈസ് എ ക്ലിയർ ഫേവറേറ്റ് ഫോർ ദിസ്. യാ നോ ഡൗട്ട്. ആർക്കെല്ലാം ഡൗട്ട് ഉണ്ട്, പെഡ്രി ജയിക്കില്ലാണ്. വാട്ട് എ സീസൺ ദ യങ് മാൻ ഹാസ് പുൾഡ്. ചിലവരൊക്കെ Absolute ബെല്ലിംഗ്ഹാം brilliant. വേണം, No, Pedri ഗ്രീൻവുഡ് is വേണം clear, പറയുമ്പോൾ but he's അയാക്സ്. just marvelous this season. ഈ സീസൺ വേറെ ഒന്നും പറയാനില്ല. ഇത്രയും സ്പെയിനിൽ നല്ല പെർഫോമൻസ് ചെയ്തു. ബാർസ ടീം, എനിക്ക് ബാർസ ടീമിൽ നല്ല കളി കളിച്ചു. പിന്നെ സ്പെയിനിലെ റൺ പറയണ്ട, നല്ല ബ്രില്യൻ റണ്ണായിരുന്നു സ്പെയിനിൽ പെഡ്രി കാണിച്ചത്. അപ്പോൾ പിന്നെ പെഡ്രി തന്നെ, വേറെ ആരുമില്ല ജയിക്കാൻ, വേറെ ആരുമില്ല, പെഡ്രി Yeah. തന്നെയാണ്. നോ അതർ കോമ്പറ്റീഷൻ, ഇറ്റ്സ് പെഡ്രി. ഓക്കെ, പിന്നെ ടോപ്പ് 3 എന്തായിരിക്കും എല്ലാവർക്കും ഇത് പറഞ്ഞിട്ടുണ്ടോ? Top 3, huh? Top 3, Pedri will be there. Saka, of course, I'm biased. പിന്നെ third place, I want to go for Bellingham. കാരണം ഡോട്ട്മണ്ട് കൂടെ ഇത് ജയിച്ചു, എന്താ അതിന്റെ പേര്, DFB പോക്കാൽ ജയിച്ചു, ഇംഗ്ലണ്ട് ഫൈനൽ എത്തി. But his individual performance wasn't as great. But I think Bellingham. I'll say the first one will be Pedri. പിന്നെ സെക്കൻഡ് വരുന്നതെന്ന് പറയുമ്പോൾ ബെല്ലിംഗം. തേർഡ് ഞാൻ പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രീൻവുഡ്. എന്റെ ടോപ്പ് 3 വിചാരിച്ചാല് പെഡ്രി, പിന്നെ ബെല്ലിംഗാം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മോശമൊന്നുമല്ലായിരുന്നു, അവന് ലീഗിലും നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതേ രീതിയിൽ DFB പോക്കറിൽ ലൈക്ക് ഹി വാസ് ഇൻ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ, പക്ഷെ ഡോട്ട്മുണ്ടിന് അവൻ നല്ലോണം കളിച്ചിരുന്നു ബെല്ലിംഗാം. പിന്നെ അതേ രീതിയിൽ എൻ്റെ തേർഡ് മൂസിയാല അല്ലെങ്കിൽ വേർഡ്സ് എടുക്കും. വേർഡ്സിന് ഇപ്പം ബയർ ലെവർകുസനിൽ നല്ലൊരു സീസണിന്റെ സ്റ്റാർട്ടിങ് ആണ്. ലൈക്ക് ലാസ്റ്റ് സീസണ് അവന് വലിയ പ്രോബ്ലമാറ്റിക്കും അല്ലായിരുന്നു. പിന്നെ മുസിയാല ഈസ് ഹാവിങ് എ ഗ്രേറ്റ് സ്റ്റാർട്ട് അറ്റ് ബയർ മ്യൂണിച്ച്. കഴിഞ്ഞ സീസൺ അവൻ അങ്ങനെ കളിച്ചില്ല, അതുകൊണ്ടാണ് വേർഡ്സ് ഞാൻ മൂസിയാലിനേക്കാൾ പ്രിഫർ ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ സീസണിന്റെ അല്ലേ അവര് ഇവാലുവേഷൻ പ്രയോറിറ്റി ടിൽ നൗ. Saka will make the list for me കാരണം ഞാൻ നിനക്കറിയാം. പക്ഷെ ബയസ് മാത്രല്ല, we have to look at like everything. Saka, what he has done for the club, really he has changed the club. യൂറോപ്പിലേക്കും കൂടി എത്തിയില്ല, സോ ഐ ഡോണ്ട് സീ ഹിം. അത് ശരി. പിന്നെ നമ്മൾ ഷൗട്ട് ഔട്ട് കൊടുക്കേണ്ട ഒരു പ്ലെയർ കൂടെ ഉണ്ട്, ന്യൂനോ മെൻഡിസ്. പുള്ളിക്കാരൻ നല്ലൊരു വിങ് ബാക്ക് തന്നെയാണ്. ഇപ്പം ഈ സീസൺ PSG-ലല്ലേ ഈ സീസൺ. I don't see him top 3 അല്ല, ജസ്റ്റ് പറഞ്ഞ ഒരു ഷൗട്ട് ഔട്ട്. നല്ലൊരു സീസൺ ആയിരുന്നു ന്യൂനോ മെൻഡിസിന് കഴിഞ്ഞ സീസൺ. ഹീസ് യങ് ആൻഡ് എ ഗുഡ് വിങ് ബാക്ക്, സോ ജസ്റ്റ് എ ഷൗട്ട് ഔട്ട്. ടോപ്പ് 3 വരുമെന്ന് പറഞ്ഞില്ല, ഗുഡ് പ്ലെയർ ആണെന്ന് പറഞ്ഞ ജസ്റ്റ്. പിന്നെ ഇനി നമുക്ക് ന്യൂ കാസിലിന്റെ ഡിസ്കഷനിലേക്ക് കടക്കാം. ന്യൂ കാസിൽ ടേക്ക് ഓവർ സൗദി. I'm a Newcastle fan, hardcore. It's kind of sad also. വാട്സാപ്പിൽ കുറെ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയത് ന്യൂകാസിൽ യുണൈറ്റഡ്. അതെല്ലാം ജോക്ക് ആയിട്ടല്ലേ? ഞാൻ സീരിയസ് ആണ്, ഞാൻ ന്യൂകാസിൽ ഫാൻ ആണ്. ജോക്കാന്നൊക്കെ വിചാരിക്കും, 2 ആഴ്ച കഴിഞ്ഞാൽ കട്ട മാച്ച് ആയിരിക്കും തുടങ്ങും. വരും. It's kind of really sad though. പക്ഷേ ന്യൂകാസിൽ ഫാൻസ് they did a survey ഈ ടേക്ക് ഓവറിനെ കുറിച്ച്. അവർക്ക് ഇത് എന്ത് സമ്മതമാണോ, do they disagree? 96% of those fans they agree with this takeover. ലൈക്ക് റിയൽ ന്യൂകാസിൽ ഫാൻസ് സത്യത്തിൽ അവർക്കൊരു നല്ലൊരു സമയം. അവർക്ക് റിയൽ ന്യൂകാസിൽ ഫാൻസിന് സത്യത്തിൽ അവർക്കതൊരു നല്ല ടൈമല്ലേ. പുതിയ ഓണർ വന്ന് അവർ എക്സ്പെക്ട് ചെയ്യും, കാരണം പുതിയ നല്ല പ്ലേയേഴ്സ് ഒക്കെ വരുമെന്ന് തന്നെ അവർക്ക്. അപ്പോൾ അവർക്കൊരു ഹാപ്പി ടൈം തന്നെയാണ്, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം. പക്ഷെ അത് മാത്രം നോക്കാൻ പറ്റുമോ? മോറൽ
എന്നുവെച്ചാൽ ഞാനൊരു ട്വീറ്റ് വായിച്ചിരുന്നു, മോറൽ ഗ്രൗണ്ട് ക്യാൻ ബി ബോട്ട് വിത്ത് മണി എന്നുള്ളത്. എവറി മോറൽ ഗ്രൗണ്ട് ഹാസ് എ പ്രൈസ് എന്നുള്ളത്. അപ്പം അതാണ് ന്യൂ കാസിൽ യുണൈറ്റഡ് വെച്ച ഫാൻ എന്ന നിലക്ക് അവർക്ക് എന്താ, ഇനി യൂറോപ്യൻ കോമ്പറ്റീഷനിലേക്ക് കടക്കാൻ പോവാണ് അവർ. ഈ റെലഗേഷൻ കോമ്പറ്റീഷൻ, യൂറോപ്യൻ കോമ്പറ്റീഷൻ അവർക്ക് എക്സ്പീരിയൻസ്, ഐ മീൻ എക്സ്പെക്ട് ചെയ്യാം. അതേ രീതിയിൽ തന്നെ ഒരു 5 to 6 സീസൺസ് കഴിഞ്ഞാൽ മിക്കവാറും ടൈറ്റിൽ കോമ്പറ്റീഷനിലേക്ക് തന്നെ കടക്കും. അത്രയും എത്ര ഫിനാൻഷ്യൽ പെട്ടെന്നാവോ? പവർ അവർക്ക്. സോ അതേ രീതിയിൽ തന്നെ ഇവന്റെ പ്രീവിയസ് ഓണേഴ്സ് എന്ന് വെച്ചാൽ പറ്റ മോശമായിരുന്നു. ലൈക്ക് he didn't invest anything into the club. അതേ രീതിയിൽ തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ നെയിമും ഇതിന്റെ ഇതൊക്കെ സ്പോൺസേഴ്സിന് വിറ്റു. പക്ഷെ ആ പൈസ എന്താ ടീമിലേക്ക് ഇൻവെസ്റ്റ് ആവുന്നത് അവര് കണ്ടിട്ടുമില്ല. മനസ്സിലായില്ലേ? they never saw any investment into the club. അവന്റെ ട്രാൻസ്ഫർ വിൻഡോസ് എപ്പോഴും ഭയങ്കര എന്താ ഭയങ്കര ലോ ആയിരിക്കും. ട്രാൻസ്ഫർ ഒക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നാലായി. അതേ രീതിയിൽ തന്നെ ഇപ്പം ന്യൂ കാസിൽ ഫാൻസിനൊക്കെ അവരുടെ അക്കാഡമി ഒക്കെ ഇമ്പ്രൂവ് ആവുന്ന ഒരു ഹോപ്പ് ഉണ്ടാവും. ലൈക്ക് ഇതിന്റെ മുമ്പ് വിചാരിച്ചാല് യങ് പ്ലേയേഴ്സ് ഒന്നും അവരുടെ അക്കാഡമിയിലേക്ക് പോകില്ല, ടോപ്പ് പ്രോസ്പെക്ട്സ് ഒന്നും. ലൈക്ക് ദേ വോണ്ട് ടു ഗോ ടു ദി ടോപ്പ് ക്ലബ്. പക്ഷെ ഇനി എന്താ യങ് ആയിട്ടുള്ള ഭയങ്കര ടോപ്പ് പ്രോസ്പെക്ട്സ് ഉണ്ടെങ്കിൽ ന്യൂ കാസിലേക്ക് പോകും. കാരണം എന്താ, ഫസ്റ്റ് ടീമിലേക്ക് കയറുകയും ചെയ്യാം, പെട്ടെന്ന് യൂറോപ്യൻ കോമ്പറ്റീഷനിലേക്ക് കടക്കുകയും ചെയ്യാണ്. പക്ഷെ ഐ ഹാവ് എ ഡൗട്ട് ദർ. ഈ 3-4 വർഷത്തിൽ യൂറോപ്യൻ കോമ്പറ്റീഷൻ എത്തും, പക്ഷെ വാട്ട് പ്ലേയേഴ്സ് ഡു യു സീ വിച്ച് വിൽ ദാറ്റ് വിൽ ഗോ ടു ന്യൂ കാസിൽ? കാരണം ഒക്കെ പൈസ ഉണ്ട് ശരിയാണ്, പക്ഷെ ഒരു സ്റ്റെബിലിറ്റി, ഒരു ഡെവലപ്മെന്റ് എത്താനും അറ്റ്ലീസ്റ്റ് ഒരു 1 year എടുക്കും to get a proper വി ആർ grip നോട്ട് of the ടോക്കിംഗ് game. അബൌട്ട് ഷോർട്ട് ടേം അല്ല ടോക്ക് ചെയ്യുന്നത്. ന്യൂ കാസിൽ ഇനി ഒരു വലിയ ടീമാവും. വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദിസ് ഇയർ, നെക്സ്റ്റ് ഇയർ. ഇറ്റ് വിൽ ബി എ ലോങ് പ്രോസസ്. മാക്സിമം 10 to 12 ഇയേഴ്സിനുള്ളിൽ ന്യൂ കാസിൽ ഒരു ബിഗ് ടീമായി മാറും. ഇപ്പം നമ്മൾ സിറ്റിയുടെ എക്സാമ്പിൾ തന്നെ എടുത്തു കൊടുക്കുക. സിറ്റി ഓണർ വാങ്ങിക്കഴിഞ്ഞ് പെട്ടെന്നല്ല സിറ്റി ഒരു ബിഗ് ക്ലബ് ആയത്. ബട്ട് ദേ ഹാവ് ദ ചാൻസ് ടു ബിക്കം എ ബിഗ് ക്ലബ് സിൻസ് ദെയർ ഓണർ ഇസ് റിച്ച്. എന്തുവാ പറയുന്നത്, ന്യൂ കാസിൽ ബിഗ് ക്ലബ് ആവാനുള്ള ചാൻസ് ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പം വേണമെങ്കിൽ ന്യൂ കാസിൽ സെയിൻറ്റ് മാക്സിമം വെച്ച് തന്നെ നല്ലൊരു ആവറേജ് കളി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സെയിൻറ്റ് മാക്സിമം സ്റ്റേ ചെയ്യുമായിരിക്കും മിക്കവാറും. ന്യൂ കാസിൽ പിന്നെ കുറേ കൂടെ നല്ല പ്ലേയേഴ്സിനെ ബ്രിങ് ഇൻ ചെയ്യും കുറേ കൂടെ. ഞാൻ പറഞ്ഞത് ലൈക്ക് ഇഫ് വി ഇൻക്ലൂഡ് കോൺഫറൻസ് ലീഗ് ആസ് എ യൂറോപ്യൻ കോമ്പറ്റീഷൻ, ഐ ക്യാൻ സീ ദം കോമ്പീറ്റിംഗ് ഫോർ യൂറോപ്യൻ സ്പോർട്സ് 2 to 3 years മാക്സിമം. അവരെന്താ ചെയ്യാൻ വിചാരിച്ചാൽ, ഒന്നാമത് നല്ല സ്പോർട്ടിംഗ് ഡയറക്ടറും നല്ല കോച്ചും നിർബന്ധമാണ്. ലൈക്ക് ദാറ്റ് ഈസ് ഫസ്റ്റ് 2 things ദേ ഷുഡ് ഡു. നല്ല അത്യാവശ്യം നെയിമുള്ള കോച്ചിന് എസ്പെഷ്യലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയും. ഇപ്പം ഗ്രഹാം പോട്ടറിനെ അവര് വെക്കുകയാണെങ്കിൽ അതിന്റെ പ്രശ്നം എന്താ വെച്ചാല്, ആ ഗ്രഹാം പോട്ടറിന് പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയൂല. മനസ്സിലായോ? അതുകൊണ്ടോ? ഹലോ. പക്ഷെ എന്നാ who should Newcastle take? ഗ്രാം പോട്ടർ അല്ലെങ്കിൽ? ഇപ്പം അവര് സ്പോർട്ടിംഗ് ഡയറക്ടർ റാൽഫ് റാഗ്നിക്കിനെ അറിയോ നിങ്ങൾക്ക്? മറ്റേ എന്താ ഗഗൻ പ്രസിംഗ് അറിയില്ലേ? ഗഗൻ പ്രസിംഗ് അതിന്റെ പയനീർ തന്നെ പറയാം. റാൽഫ് റാഗ്നിക് അവന്റേതാണ് ക്ലോപ്പ് അവന്റെ ഗഗൻ പ്രസിംഗ് സിസ്റ്റം ഒക്കെ പഠിച്ചത്. അപ്പം അതേ രീതിയിൽ ട്യൂഷലും കുറെ അവന്റേതാണ് ഇൻസ്പിറേഷൻ എടുത്തത്. അവൻ നല്ലൊരു കോച്ചാണ്. അപ്പം അവനെ സ്പോർട്ടിംഗ് ഡയറക്ടറായി ഹയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ലൈക്ക് ഐ ക്യാൻ സീ ഹിം ബീയിങ് ദി കോച്ച് ഓൾസോ. ലൈക്ക് ഐ തിങ്ക് ഹി വിൽ കം ഇൻ ആസ് എ സ്പോർട്ടിംഗ് ഡയറക്ടർ ആൻഡ് എ കോച്ച്. അവന് ഫുൾ കൺട്രോൾ, ഒരു ക്ലബിന് ഫുൾ കൺട്രോൾ അവന് ആവശ്യമാണ്. അപ്പം he will probably receive full control of the club. അവൻ അത്രയും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പം ഐ ക്യാൻ സീ ദം കമ്പീറ്റിംഗ് ഇൻ യൂറോപ്പ് ഫോർ വിത്തിൻ 2 to 3 years. എന്ന് വെച്ചാൽ അവര് ഫസ്റ്റ് മറ്റേ എന്താ ഈ ബിഗ് ക്ലബിൽ കുറച്ച് ഫ്ലോപ്പായ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോട്ടിന്യോ, അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ അവര് തുടക്കത്തിൽ വാങ്ങിക്കേണ്ടി വരും വിത്തിൻ ഫസ്റ്റ് 1 or 2 years. മനസ്സിലായില്ലേ? Also they will scout for young talents, right? അതേ രീതിയിൽ തന്നെ യങ് ടാലൻസിന് കിട്ടും ചെയ്യും. വിചാരിച്ചാല് അവര് എന്താ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റ് അല്ലേ, ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്.
അപ്പം എന്തായാലും അത്യാവശ്യം യങ് ടാലൻസിന് കിട്ടും ചെയ്യും. പിന്നെ അവര് പൈസ ചെലവാക്കാനും റെഡിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇപ്പം കോട്ടീനിയോ, ഇക്കാർഡി ഇവരൊക്കെ എന്താ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് ആണ്. ഇക്കാർഡി എന്ന് പറഞ്ഞാൽ എന്താ മോശം പ്ലെയർ എന്ന് നമ്മൾ പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ അവർക്ക് വേണമെങ്കിൽ കിട്ടും. പിന്നെ അതേ രീതിയിൽ ഇങ്ങനത്തെ യങ് ടാലൻസിനും ഈ റാൽഫ് റാഗ്നിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാലന്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു പേഴ്സൺ. അപ്പം ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ ന്യൂകാസിൽ ഫാൻസ്. പക്ഷേ ബാക്കി ഫുട്ബോൾ ഫാൻസ് ഇൻ ജനറൽ പ്രശ്നമാണ്, ലൈക്ക് മോർ മണി ഇൻ ടു ദി സ്പോർട്ട്. അതുകൊണ്ട് തന്നെ സ്പോർട്ട് ഒന്നും കൂടി എക്സ്പെൻസീവ് ആവും. ദ ഗ്യാപ്പ് വിൽ ഗ്രോ ബിഗർ ബിറ്റ്വീൻ ദ ബിഗ് ക്ലബ്സ് ആൻഡ് സ്മോൾ ക്ലബ്സ്. കോമ്പറ്റീഷൻ കുറയും. ലൈക്ക് നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു ബിഗ് ക്ലബും കൂടി വരികയാണ്, അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതൽ ചെയ്യാൻ. ദ കോമ്പറ്റീഷൻ വിൽ ഡിക്രീസ് മോർ. Like the chances of getting a Leicester story will be less. അപ്പൊ അങ്ങനത്തെ ഓരോ പ്രോബ്ലംസ്. Yeah, we can പിന്നെ see അതേ that രീതിയിലെ PSG. ഇഷ്യൂസ്. സൗദി എന്താ റൂളേഴ്സ് എന്ന് പറഞ്ഞാല് അവർ ജേർണലിസ്റ്റുകളെ മർഡർ ചെയ്താണ്. അപ്പൊ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അതേ രീതിയിൽ അവരുടെ ലേബർ സിസ്റ്റം എല്ലാം നോക്കുകയാണെങ്കിൽ ലൈക്ക്. പക്ഷേ ന്യൂകാസിൽ ഫാൻസ് ആണെങ്കിൽ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവാനുള്ള റീസൺ ലൈക്ക് അവരുടെ പ്രീവിയസ് ഓണേഴ്സ് ആണെങ്കിൽ അവരെ ഒരു എന്താ ടോപ്പ് ക്ലബ് അല്ല, എന്നാലും ലൈക്ക് ദേവർ ഇൻ ദി ടോപ്പ് ഹാഫ് ഓഫ് ദി പ്രീമിയർ ലീഗ് സാധാരണ. അതേ രീതിയിൽ അവര് ടോപ്പ് 4 എത്തിയാണ് ഇടക്കിടക്ക്. അലൻ ഷീററുടെ ടീമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ക്ലബിനെ അവര് റെലഗേഷനിലേക്ക് കൊണ്ടുവന്നു ബൈ കാഷ്. അപ്പം ലൈക്ക് ദേ ഹേറ്റഡ് ദി പേഴ്സൺ. അതേ രീതിയിൽ അവരുടെ കമ്മ്യൂണിറ്റിയും ഒരു രീതിയിലും അവര് ഡെവലപ്പ് ചെയ്തില്ല, മൈക്ക് ആഷ്ലി ഡെവലപ്പ് ചെയ്തില്ല. ഇറ്റ് ഈസ് എ റീസൺ ഫോർ ദം ടു സെലിബ്രേറ്റ്. ഓക്കെ, നിങ്ങളുടെ ഒക്കെ എന്താ ട്രാൻസ്ഫർ ടാർഗറ്റ്സിന് സജഷൻ എന്തായിരിക്കും ഇവന്റെ ഫസ്റ്റ് 2 വിൻഡോസിൽ? അതായത് അടുത്ത വിന്റർ വിൻഡോയിലും സമ്മർ വിൻഡോയിലും ആരൊക്കെ വാങ്ങിക്കണം എന്നാണ് നിങ്ങളുടെ ന്യൂകാസിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇറക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പം എന്തായാലും യങ് ബിഗ് പ്ലേയേഴ്സിനൊന്നും ന്യൂകാസിലിന് ഗ്രാബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് മിഡ് ഏജ് ആയിട്ടുള്ള 28, 30, 33 ആ റേഞ്ചിലുള്ള പ്ലേയേഴ്സ് ആയിരിക്കും ആദ്യമേ ക്ലബ്ബിൽ വരുന്നത്, മനസ്സിലായില്ലേ? ക്ലബ്ബ് ജസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആ റേഞ്ച് പ്ലേയേഴ്സ് ആയിരിക്കും ആദ്യം വരുന്നത്. അതിൻ്റെ കൂടെ യങ്സ്റ്റേഴ്സും വരും എന്ന് പറയുമ്പോൾ നല്ല യങ് ആയിരിക്കും, 19-20. അതിനുശേഷം ക്ലബ്ബ് ഒന്ന് റെഡിയായി വരുമ്പോൾ ഒരു ബിഗ് സൈനിങ്സ് കൊണ്ടുവരും, പയ്യെ ബിഗ് പ്ലേയേഴ്സ്, ബിഗ് നെയിംസ് കൊണ്ടുവരും. ആരൊക്കെ ടാർഗറ്റ് ചെയ്യണം എന്നാണ് സജഷൻസ്? ഗിവ് മീ നെയിംസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ തുടങ്ങാം. കോട്ടിന്യോ വേണമെങ്കിൽ. ഫ്രാങ്ക് കെസിന് അറിയില്ല, മറ്റേ AC മിലാൻ പ്ലെയർ. അവനിപ്പോ ഫ്രീ ആവാം, നല്ല പ്ലെയറാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം അടുത്ത വിൻഡോയിൽ എന്താ ഫിയോറന്റീന സ്ട്രൈക്കർ വാൽഹോവിച്ച് ഫ്രീ ആവും. അപ്പം വേണമെങ്കിൽ ന്യൂകാസ്റ്റിൽ നല്ലൊരു No, I don't think. പുള്ള് ചെയ്ത വാൽഹോവിച്ചിനെ വാങ്ങാൻ പറ്റും. കാരണം 2023 ഫ്രീ, 2023 ഫ്രീ ആവുന്നത്. അല്ല, വാൽഹോവിച്ചിന് ക്ലബ്ബ് ലീവ് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. അവന് അടുത്ത വിൻഡോയിൽ മിക്കവാറും അവനെ സെല് ചെയ്യും. ലൈക്ക് he will be 80 million 100 million. Yeah, so പിന്നെ അത് little chances that Newcastle can buy him. കരീം അഡേമി ഉണ്ട്, മറ്റേ സാൽസ്ബർഗ് സ്ട്രൈക്കർ. അവൻ നല്ലൊരു പ്ലെയർ ആണ്. പിന്നെ അവന്റെ മിഡ്ഫീൽഡിൽ അങ്ങനത്തെ ഫ്രാങ്കസിനൊക്കെ കൊണ്ടുവരാം. പിന്നെ അവരുടെ ഡിഫൻസ് മൊത്തം ടീം സെയിന്റ് മാക്സിമിനെ വെച്ച് ബാക്കി എല്ലാരും മാറ്റേണ്ടി വരും. Yeah, true. ആദ്യം അവര് ചെയ്യേണ്ടതാണ് സ്പോർട്ടിംഗ് ഡയറക്ടറും കോച്ചും. ഇത് രണ്ടും നല്ല ആൾക്കാർ തന്നെ വേണം. അപ്പൊ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ റാൽഫ് റാഗ്നിക്ക് വരികയാണെങ്കിൽ നല്ലൊരു കോച്ചിനെ നോവല് ടാർഗറ്റ് ചെയ്യാം. പിന്നെ അവര് PL അകത്ത് തന്നെ കുറെ ഇൻസൈഡ് നല്ല പ്ലേയേഴ്സിനെ അവരങ്ങ് വാങ്ങുമായിരിക്കും മിക്കവാറും. എന്ന് പറയുമ്പം ലോ ഡിവിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സും ഇംഗ്ലീഷ് പ്ലേയേഴ്സിനെ മൊത്തം അവർക്ക് വാങ്ങാനുള്ള ഇതുമുണ്ട്, മനസ്സിലായില്ലേ? But I don't think, എനിക്ക് തോന്നുന്നില്ല
ഇത്ര പെട്ടെന്ന് ഇവര് എന്താ ഇക്കാർഡിനെയും ഇവരെല്ലാരും വാങ്ങുന്നത്. ഐ തിങ്ക് ഫസ്റ്റ് they'll go for very good players in mid-table Premier League or extremely good players in Championship. അങ്ങനെ പോയിട്ട് ഒരു ഫൗണ്ടേഷൻ എടുക്കും, അങ്ങനെ പോയിട്ട് അല്ല no, പക്ഷെ then അതിന് they'll names. ഇവനിപ്പം ഇക്കാർഡി കോട്ടീനോ ഒക്കെ വരികയാണെങ്കിൽ ഇവനൊക്കെ ബിഗ് നെയിംസ് ആയതുകൊണ്ട് പിന്നെ പ്ലേയേഴ്സ് അവരുടെ ടീമിലേക്ക് പോകാൻ റെഡി ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു 2 ബിഗ് നെയിം വന്നാൽ ഇപ്പം സിറ്റി റോബിനിയോനെ വാങ്ങിച്ചില്ലേ, അവര് വലിയ നല്ല പ്ലെയർ ഒന്നും അല്ലായിരുന്നു, പക്ഷെ ഒരു ബിഗ് സൈനിങ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയറിനെ അവര് വാങ്ങിക്കണം, ലൈക്ക് ഔട്ട് ഓഫ് ഫോം അത്യാവശ്യം ബിഗ് ആയിട്ടുള്ള പ്ലെയർ. അതാണ് ഇപ്പൊ കോട്ടീഞ്ഞോ. അതാണെങ്കിൽ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ രണ്ടാമത് പ്രൂവ് ചെയ്യാനൊരു ചാൻസ് ആണ്. ഇപ്പൊ കോട്ടീഞ്ഞോക്കൊക്കെ രണ്ടാമത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഡിറ്റർമിനേഷൻ ഒക്കെ ഉണ്ടാവും. Yeah, അത് ശരിയാ. അപ്പം ഒരു 2 പ്ലേയേഴ്സ് അങ്ങനത്തെ വാങ്ങിക്കണം എന്നാണ് എന്റെ ഒപ്പീനിയൻ. ഇപ്പൊ കോട്ടീഞ്ഞോ പിന്നെ അതേ രീതിയിൽ തന്നെ എനിക്ക് കോട്ടീഞ്ഞോനെ എന്റെ ക്ലബിൽ നിന്ന് ഒഴിവാക്കും വേണം. അപ്പം ബേസിക്കലി ഇതുകൊണ്ട് എന്തെങ്കിലും ന്യൂകാസ്റ്റൽ വിൽ ബിൽഡ് അറൗണ്ട് സെയിന്റ് മാക്സിമൻ ബേസിക്കലി. അപ്പം അതായിരിക്കും നടക്കാൻ പോണേ. അപ്പോൾ സെയിന്റ് മാക്സിമൻ ആയിരിക്കും അവരുടെ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലെയർ. അല്ല, എനിക്ക് തോന്നുന്നില്ല അവര് ഒരു പ്ലെയറിന്റെ മേലെ ബിൽഡ് ചെയ്യുന്നുള്ള. എനിക്ക് തോന്നുന്നു Yeah. അവര് സിറ്റി സ്റ്റൈൽ ടീമിലേക്ക് പോകാൻ പോവാണ്. എന്നുവെച്ചാൽ നല്ലൊരു മാനേജറിനെ കിട്ടുക, എന്നിട്ട് മാനേജറിന്റെ സിസ്റ്റത്തിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനെ വാങ്ങിക്കാം. ഭയങ്കര സ്മാർട്ട് ആയിട്ട് ഞാൻ recruit ചെയ്യും. പറഞ്ഞതെന്ന് പറയുമ്പം നെക്സ്റ്റ് 1-2 സീസൺ എന്തായാലും സെയിന്റ് മാക്സിമിനെ അറൗണ്ട് ബിൽഡ് ചെയ്യാനല്ലേ അവർക്ക് പറ്റൂ. പെട്ടെന്നൊരു ടീം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് 1-2 സീസൺ എന്തായാലും സെയിന്റ് മാക്സിം ആയിരിക്കും അവരുടെ മെയിൻ മാൻ. ആ പിന്നെ അവന് ഐ ഗസ് എന്നുവെച്ചാല് ഇപ്പോഴും സെയിന്റ് മാക്സിമാണ് കുറെ കാലമായിട്ട് അവരുടെ മെയിൻ മാൻ. ഇനി ഒരു നെക്സ്റ്റ് 1-2 സീസണും അത് തന്നെ എടുക്കും. പിന്നെ അതിന്റെ ഉള്ളില് പിന്നെ സെയിന്റ് മാക്സിമം അവരെ ഒഴിവാക്കും തോന്നുന്നില്ല. ലൈക്ക് ഈസി ഒൺലി ക്വാളിറ്റി പ്ലെയർ ദേ ഹാവ്. അവന് ചിലപ്പോ എന്താ സ്കോട്ട് പ്ലെയറിലേക്കൊക്കെ പോകും. ലൈക്ക് നല്ല ഭയങ്കര ഒരു വിത്തിൻ 5 years നമ്പർ ടീമായാണ്. പിന്നെ അവര് ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ യായാ ടൂറെ മുതലുള്ള ഒരു സൈനിങ് ഉണ്ടാക്കണം. ബിഗ് നെയിം പെർഫോം ചെയ്യുന്ന അവർക്ക് ഉറപ്പുള്ള ഒരു പ്ലെയർ. അതിന് പക്ഷെ നല്ല മാനേജറാണ്. ഇപ്പം യായാ ടൂറേനെ കൺവിൻസ് ചെയ്ത് മൻസീനിയാണ്. അതേ രീതിയിലൊരു മാനേജറാണ്. അല്ലെങ്കിൽ അവർക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയൂല സൈനിങ്സ്. ദിയാബ് ബാർസ ഫാനായിട്ട് കോയ്മനെ ന്യൂകാസ്റ്റിൽ സൈൻ ചെയ്താലോ? സന്തോഷം. ഞങ്ങളാണെങ്കിൽ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമുക്കപ്പം ഈ പോഡ്കാസ്റ്റ് ഇവിടെ സെൻഡ് ചെയ്താലോ? സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ബൈ. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയുക. ലൈക്ക് ഓഡിയോ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓഡിയോ റെഡി ആക്കിക്കൊണ്ട്. സോ ലെറ്റ് us know. സോ ബൈ. താങ്ക്സ്.